സെവൻത്ത് സ്റ്റാൻഡേർഡ് മാത്സ് ചാപ്റ്റർ 6 റേഷ്യോയിലെ പേജ് നമ്പർ 91 4 പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ടു മേക്ക് ദോസ വി നീഡ് ടു ടേക്ക് 2 cups of black gram for every 6 cups of rice. For 9 cups of rice, how many cups of black gram shall be taken? ദോശ ഉണ്ടാക്കാൻ ഓരോ 6 കപ്പ് അരിക്ക് 2 കപ്പ് ഉഴുന്ന് എടുക്കണം. 9 കപ്പ് അരിക്ക് എത്ര കപ്പ് ഉഴുന്ന് എടുക്കണം? ആൻസർ, 2 cups of black gram for every 6 cups of rice. Ratio of black gram to rice equal 2:6. ഈ 2ഉം 6ഉം നമുക്ക് വെട്ടി ചെറുതാക്കണം. അപ്പോൾ 2ൻ്റെ ടേബിൾ കൊണ്ട് തന്നെ നമുക്കത് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 2നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1, 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3. അപ്പോൾ 1:3. ഫോർ 9 cups of rice, അപ്പോൾ നമുക്ക് എന്നിട്ട് അത് റേഷ്യോ എങ്ങനെ എഴുതാം? 9 cups of റൈസിന് എത്ര ബ്ലാക്ക് ഗ്രാം ആണ് വേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബ്ലാക്ക് ഗ്രാം ഈസ് 9 ഈക്വൽ 1:3. ഇനി അതിനെ ഡിവിഷൻ ആക്കി എഴുതാം. ബ്ലാക്ക് ഗ്രാം ഡിവിഷൻ 9 ഈക്വൽ 1/3. ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബ്ലാക്ക് ഗ്രാം ഇൻറ്റു 3 ഈക്വൽ 9 ഇൻറ്റു 1. ഇനിയിപ്പോൾ നമുക്ക് ബ്ലാക്ക് ഗ്രാം ആണ് കാണേണ്ടത്. അപ്പോൾ ഈ 3 എന്ത് ചെയ്യണം? ഈക്വലി മറുവശത്തിൽ റൈറ്റ് സൈഡിലോട്ട് വരുമ്പോൾ ഡിവിഷനായിട്ട് വരും. ഇവിടെ 9 ഇൻറ്റു 1 എത്രയാണ്? 9 ഡിവൈഡഡ് ബൈ ഈ വശത്തുള്ള 3 റൈറ്റ് സൈഡിലോട്ട് വരുമ്പോൾ 9 ഡിവൈഡഡ് ബൈ 3. ബ്ലാക്ക് ഗ്രാം ഈക്വൽ 9 ഡിവൈഡഡ് ബൈ 3. അപ്പോൾ ഇത് ഡിവിഷൻ ചെയ്യുമ്പോൾ 9നെ 3 കൊണ്ട് വെട്ടിപ്പോകുമ്പോൾ എത്രയാണ്? 3 cups എന്ന് കിട്ടും. അപ്പോൾ ബ്ലാക്ക് ഗ്രാം ഈക്വൽ 3 cups. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ടു പ്ലാസ്റ്റർ ദ വാൾസ് ഓഫ് എ ഹൗസ്, സിമെൻറ്റ് ആൻഡ് സാൻഡ് ആർ മിക്സഡ് ഇൻ ദ റേഷ്യോ 1:5. 45 sacks of cement were bought. How many sacks of sand are needed? ഒരു വീടിൻ്റെ മതിൽ പ്ലാസ്റ്റർ ചെയ്യുന്നതിന് സിമൻറ്റും മണലും 1:5 അംശബന്ധത്തിൽ മിക്സ് ചെയ്യണം. 45 ചാക്ക് സിമൻ്റാണ് വാങ്ങിയത്. എത്ര ചാക്ക് മണൽ ആവശ്യമാണ്? ആൻസർ, ദ റേഷ്യോ ഓഫ് സിമൻറ്റ് ടു സാൻഡ് ഈക്വൽ 1:5. 45 sacks of cement were bought. അപ്പോൾ നമുക്ക് സാൻഡ് കണ്ടുപിടിക്കണം. അതെങ്ങനെ റേഷ്യോ ആയിട്ട് എഴുതാം? 45 സാൻഡ് ഈക്വൽ 1:5. ഇനി ഇത് ഡിവിഷൻ ആക്കി എഴുതാം. 45 ഡിവൈഡഡ് ബൈ സാൻഡ് ഈക്വൽ 1 ഡിവൈഡഡ് ബൈ 5. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സാൻഡ് ഇൻറ്റു 1 ഈക്വൽ 45 ഇൻറ്റു 5. അപ്പോൾ സാൻഡ് ഈക്വൽ 45 ഇൻറ്റു 5 എത്രയാണ്? 225 sacks. Next question, 12 liters of paint was mixed with 8 liters of turpentine while painting the house. How many liters of turpentine should be mixed with 15 liters of paint? വീട് പെയിൻറ്റ് ചെയ്യാൻ 12 ലിറ്റർ പെയിൻറ്റിനൊപ്പം 8 ലിറ്റർ ടർപ്പൻറ്റൈൻ മിക്സ് ചെയ്യണം. 15 ലിറ്റർ പെയിൻറ്റിനൊപ്പം എത്ര ലിറ്റർ ടർപ്പൻറ്റൈൻ മിക്സ് ചെയ്യണം? ആൻസർ, 12 liters of paint was mixed with 8 liters of turpentine. അത് നമുക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളതാണ്. അപ്പോൾ ദി റേഷ്യോ ഓഫ് പെയിൻറ്റ് ടു ടർപ്പൻറ്റൈൻ ഈക്വൽ, പെയിൻറ്റ് എത്രയാണ്? 12:8 ആണ് ടർപ്പൻറ്റൈൻ. അപ്പോൾ 12:8. അത് നമുക്ക് ഏറ്റവും സ്മോളസ്റ്റ് ആക്കണം. അപ്പോൾ 2 കൊണ്ട് നമുക്ക് 12നെയും 8നെയും ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 6:4 കിട്ടും. ഇത് വീണ്ടും ചെറുതാക്കാൻ പറ്റും. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 3:2. ഫോർ 15 liters ഓഫ് പെയിൻറ്റ്. അപ്പോൾ 15 liters ഓഫ് പെയിൻറ്റിന് എത്ര ടർപ്പൻറ്റൈൻ ആണ് വേണ്ടതെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ 15 ടർപ്പൻറ്റൈൻ ഈക്വൽ 3:2. ഇനി ഇത് ഡിവിഷൻ ആക്കി എഴുതാം. 15 ഡിവൈഡഡ് ബൈ ടർപ്പൻറ്റൈൻ ഈക്വൽ 3 ഡിവൈഡഡ് ബൈ 2. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. 3 ഇൻറ്റു ടർപ്പൻറ്റൈൻ അല്ലെങ്കിൽ ടർപ്പൻറ്റൈൻ ഇൻറ്റു 3 എന്ന് എഴുതിയാലും മതി. ഈക്വൽ 15 ഇൻറ്റു 2. അപ്പോൾ 15 ഇൻറ്റു 2 എത്രയാണ്? 30 അല്ലേ? അപ്പോൾ ടർപ്പൻറ്റൈൻ ഈക്വൽ 30 ഡിവൈഡഡ് ബൈ ടർപ്പൻറ്റൈൻ്റെ അടുത്തുള്ള 3 ഈക്വലിൻ്റെ ഈ വശത്ത് വരുമ്പോൾ എത്രയാണ്? ഡിവിഷൻ ആയിട്ട് വരും അല്ലേ? അപ്പോൾ 30 ഡിവൈഡഡ് ബൈ 3. 30യെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 10 liters. ടർപ്പൻറ്റൈൻ ഈക്വൽ 10 liters. In a ward of Panchayat,
The women and men are in the ratio 11:10. There are 1793 women in the ward. How many men are there in the ward? What is the total number of women and men? ഒരു പഞ്ചായത്തിൻ്റെ ഒരു വാർഡിൽ സ്ത്രീകളും പുരുഷന്മാരും 11:10 എന്ന അംശബന്ധത്തിലാണ്. 1793 വനിതകളാണ് വാർഡിലുള്ളത്. വാർഡിൽ എത്ര പുരുഷന്മാരുണ്ട്? സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ആകെ എണ്ണം എത്ര? അപ്പോൾ ആൻസർ എങ്ങനെ എഴുതാം? ദ റേഷ്യോ ഓഫ് വിമൻ ടു മെൻ ഈക്വൽ 11:10. There are 1793 വിമൻ ഇൻ ദ വാർഡ്. ഇനി അത് റേഷ്യോയിൽ എഴുതുമ്പോൾ 1793 മെൻ ഈക്വൽ 11:10. ഇനി അത് ഡിവിഷൻ ആക്കി എഴുതാം. 1793 ഡിവൈഡഡ് ബൈ മെൻ ഈക്വൽ 11/10. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ മെൻ ഇൻറ്റു 11 ഈക്വൽ 1793 ഇൻറ്റു 10. മെൻ ഈക്വൽ 1793 ഇൻറ്റു 10 എത്രയാണ്? 17,930 ഡിവൈഡഡ് ബൈ 11. മെൻ ഈക്വൽ ഇത് 11 കൊണ്ട് 17,930 ഡിവൈഡ് ചെയ്യുമ്പോൾ 1,630 എന്ന് കിട്ടും. അപ്പോൾ മെൻ കിട്ടി. ഇനി നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ള ടോട്ടൽ നമ്പർ ഓഫ് വിമൻ ആൻഡ് മെൻ അത് കാണാനാണ്. അപ്പോൾ അതെങ്ങനെ കാണും? ഈക്വൽ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. മെൻ എത്രയാണ്? ആദ്യം വിമൻ 1793 പ്ലസ് മെൻ എത്രയാണ്? 1,630 ആഡ് ചെയ്യുമ്പോൾ 3,423.